നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത് മെസ്സഞ്ചർ പ്ലാറ്റ്ഫോമായ വാട്സപ്പ് വഴിയാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും മൊബൈലുണ്ട്, വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിലാണ് ഭൂരിഭാഗം സമയവും ഓരോ വ്യക്തിയും ചെലവഴിക്കുന്നത്. ഇപ്പോഴിതാ വാട്സപ്പിനെ പറ്റിയുള്ള പുതിയ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസിന്റെ സൈബർ വിഭാഗം. വാട്സപ്പിൽ വരുന്ന ഒരു ഫോട്ടോ തുറന്നാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പാണ് കേരള പോലീസ് നൽകുന്നത്. ഒരിക്കലും അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും വാട്സപ്പ് സെറ്റിംഗ്സിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓഫ് ആക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേരള പോലീസിന്റെ സൈബർ വിഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. വാട്സാപ്പിൽ വരുന്ന ഒരു ഫോട്ടോ തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാം. പറയാം തട്ടിപ്പിന്റെ പുതിയ വഴികൾ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു ചിത്രം അയച്ചുകൊണ്ടാണ് അവർ തട്ടിപ്പ് നടത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ ചിത്രമെന്നേ തോന്നും. എന്നാൽ അതിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ, പാസ്വേഡുകൾ, OTPകൾ, UPI വിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള മാൽവെയറുകളാണ് ആ ചിത്രങ്ങൾക്കുള്ളിൽ, വീഡിയോകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. സ്റ്റെഗനോഗ്രഫി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഇതിലൂടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ആവശ്യമായ ഡാറ്റ രഹസ്യമായി ചിത്രങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, ചില സ്ഥലങ്ങളിൽ നമ്മൾ ബാർകോഡുകൾ സ്കാൻ ചെയ്യും പോലെ തന്നെ QR കോഡുകൾ സ്കാൻ ചെയ്യാറുണ്ട്. ഒരു QR കോഡ് കണ്ടാൽ അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. QR കോഡ് സ്കാനർ വഴി മാത്രമേ അത് നമുക്ക് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വരുന്ന ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് മെസ്സേജുകളിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് സാധാരണക്കാരായി നമുക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല. കുറച്ചുനാൾ മുമ്പ് തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നത് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. പൂക്കൾ, പക്ഷികൾ, പ്രകൃതി ഭംഗി തുടങ്ങി കാഴ്ചയ്ക്ക് ഭംഗി തോന്നിക്കുന്ന ചിത്രങ്ങൾ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് ആശംസകളോടെ ഫോണിലെത്തുമ്പോൾ തീർത്തും നിരുപദ്രവകരവും സന്തോഷപ്രദവുമായ ഒരു മെസ്സേജ് എന്നതിലുപരി ആർക്കും ഒരു സംശയവും തോന്നാനിടയില്ല. എന്നാൽ തന്ത്രശാലികളായ തട്ടിപ്പുകാർ ആ ചിത്രങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ചിത്രം ഓപ്പണാക്കി നോക്കുന്ന വ്യക്തിയുടെ ഫോണിലെ രഹസ്യ വിവരങ്ങൾ, ബാങ്ക് ഇടപാടുകളിലെ പാസ്വേഡുകളൊക്കെ അവർ അപ്പോൾ തന്നെ കൈക്കലാക്കി കഴിഞ്ഞിരിക്കും. പിന്നീട് അതുപയോഗിച്ച് അവർ നിങ്ങളുടെ പണം അപഹരിച്ചിരിക്കും. നിങ്ങൾ ആ ചിത്രം തുറക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈക്കലാക്കും. മറ്റ് തട്ടിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഒരു OTP മുന്നറിയിപ്പ് പോലും ഇത്തരം ചിത്രങ്ങൾ തുറക്കുമ്പോൾ ലഭിക്കില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത. ഒരിക്കലും അറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അരുത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ചിത്രങ്ങളും വീഡിയോകളും എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സെറ്റിംഗ്സിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന സൗകര്യം ഓഫാക്കിയിടുക. നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറും ആൻറ്റിവൈറസും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ എത്രയും വേഗം 1930 എന്ന നമ്പറിൽ വിവരമറിയിക്കുക. ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ സഹായിക്കാനായേക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ച ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളെയും നിങ്ങൾ നിരുപദ്രവകരമെന്ന് കരുതി തള്ളിക്കളയരുത്. ഇങ്ങനെയുള്ള പല മെസ്സേജിലൂടെയും നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ തട്ടിപ്പുകാർ ചോർത്തുന്നുണ്ട് എന്നാണ് സൈബർ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ചിലർ പറയാറുണ്ട്, ഓരോ ദിവസവും നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും വിടുമ്പോൾ നിങ്ങളെ ഓർക്കാൻ മറ്റൊരാളുണ്ട് എന്ന സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള പഞ്ചാരയിൽ പൊതിഞ്ഞ ഡയലോഗുകളോടുകൂടിയായിരിക്കും ഇവയൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. പക്ഷേ അതിനെയൊന്നും കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതായ കാര്യമില്ല. ഇത്തരം മെസ്സേജുകളിൽ തീർച്ചയായും ഇത്തരം മാൽവെയറുകളെ ഒളിപ്പിച്ചു വെച്ച് നിങ്ങളെ കബളിപ്പിക്കാൻ തന്ത്രശാലികളായ തട്ടിപ്പുകാർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ ആ സെറ്റിംഗ് ഒന്ന് ഓഫാക്കി വെച്ചേക്കുക. ഓട്ടോ ഡൗൺലോഡ് എന്ന സെറ്റിംഗ് ഓഫാക്കി നിങ്ങളുടെ പണത്തെയും മനസ്സമാധാനത്തെയും സൂക്ഷിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.